പറയുന്നത് അയാൾ വായി വരുന്നതെല്ലാം പറയുമെന്നാണ്. അപ്പം വായി വരുന്നത് തന്നെ ആന്നൊക്കെ അങ്ങ് വായിച്ചോ, ഇതൊക്കെയായി വായി വരുന്നത്, അതുകൊണ്ടാണ് വായിപ്പിക്കുന്നത്. അപ്പോൾ സുവിശേഷത്തിൻ്റെ വിശേഷത 3 കാര്യം ഇപ്പൊ പറയാം. ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. വായിച്ചേ, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ വിശേഷത 1, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, മാതാവേ പിതാവേ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആഘോഷത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം എന്ന് പറഞ്ഞാൽ സുവിശേഷം. സുവിശേഷം കൊണ്ട് മാത്രമേ മനുകുലത്തിന് രക്ഷയുള്ളൂ, ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും രക്ഷപ്പെടുകയില്ല. രക്ഷിക്കാൻ കഴിവുള്ള ഒരേ ഒരു നാമം, ഒരേ ഒരു മാർഗം സുവിശേഷമാണ്. ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട. ഇന്നത് കൊണ്ട് കൊടുത്താൽ നമ്മളെ രക്ഷിക്കും. മതങ്ങൾ പറയുന്നതെല്ലാം കൊണ്ടുപോവാ. എല്ലാ മതവും എടുത്തു, ഏത് മതവും നിങ്ങളെടുത്തു, മതങ്ങളെല്ലാം മനുഷ്യനോട് പറഞ്ഞു കൊണ്ടുപോവാ. അതുകൊണ്ട് കൊടുത്തു, ഇത് കൊണ്ട് കൊടുക്കുന്നു, പിന്നെയും കൊടുക്കുന്നു. അയ്യോ കൊടുത്തു. ചിലരതെല്ലാം അടിച്ചു മാറ്റുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് കൊണ്ടങ്ങ് കൊടുക്കുക. മതങ്ങൾ പറയുന്നതെല്ലാം കൊണ്ടുപോവാ. പണ്ട് നമ്പിയാർ പറഞ്ഞു, എംബ്രാനൽപ്പം കട്ട് പൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. അകത്തിരിക്കുന്ന പുള്ളി മുഴുവൻ അടിച്ചു മാറ്റുക. ഞാൻ പറഞ്ഞതല്ല, കുഞ്ചൻ നമ്പിയാർ പറഞ്ഞതാ. എൻ്റെ കൊങ്ങായിക്ക് പിടിക്കാൻ പറ്റരുത്. എംബ്രാനൽപ്പം കട്ട് പൂജിച്ചാൽ അമ്പലവാസികൾ മൊത്തം അടിച്ചു മാറ്റും. താളക്കാരന് താളം പോയാൽ മേളക്കാരൻ അവതാളത്തിൽ. അങ്ങനല്ലേ ജോൺസാ? താളമൊന്നും കളയരുത്. താളക്കാരന് താളം പോയാൽ മേളക്കാരൻ അത് വേറൊരു താളം, അവതാളം. തെറ്റും ഓതുന്ന പുള്ളി പിഴച്ചു. ആ പന്തി മുഴുവൻ തെറ്റ് വന്ന മറുഭാഷ പറഞ്ഞ് അത് തടി ഉടനെ ഗ്ലോറി വിക്ടറി. ചെല്ലെ പാട്ട് പാടി വരുന്ന മൂച്ചിന് വരി കിട്ടാതെ വരുമ്പോ സന്തല്ലേ, അവൻ കൈയിടുന്ന ആ സന്തല. പണ്ട് നമ്മുടെ ഊതക്കുടി തങ്കമ്മാമ ആത്മാവിൽ നിറയുക, നല്ലൊരു നാന്യ മാതാവാ, പ്രവചനാത്മാവിലൊക്കെ നിറഞ്ഞ് നല്ല ശുശ്രൂഷകൾ ആൾക്കാർ വരിക. അപ്പം കൊച്ചു മകൾ അവിടെ ചെന്നിരുന്നപ്പോൾ അവളിങ്ങനെ നോക്കിയപ്പോൾ ഇവക്കൊന്നും പിടി കിട്ടുന്നില്ല. അമ്മാമ്മ ആത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞു. ഇവള് വന്ന് അവിടെ അമ്മയോട് ചോദിച്ചു, അമ്മച്ചി എന്നാ പറയുന്നെന്ന്. അവിടെ അമ്മയോട്, എന്നാടി? അമ്മച്ചി അവിടെ നിന്ന് ഞാൻ റൗഡി, നീ റൗഡി, ആരാ റൗഡി, ആരാന്ന്. അപ്പൊ ഈ മറുഭാഷ കേട്ടപ്പോ കൊച്ചു ഇതെല്ലാം തിരുന്ന റൗഡി എന്ന. ആരാ റൗഡി? ഞാനാ റൗഡി, നീ ആ റൗഡി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പോട്ടെ. അപ്പൊ താളക്കാരന് താളം പോയാൽ മേളക്കാരൻ അവതാളത്തിൽ ഓദിക്കുന്നു. നോത്ത് പിടച്ചാൽ ഒരു പന്തിക്ക് മൊത്തം തെറ്റും. നമ്മുടെ ആത്മീയ ലോകത്ത് ഇപ്പം അങ്ങനെ പാട്ട് തെറ്റിയ ഉടനെ മറുഭാഷ പറയും. അല്ലെ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരെയൊക്കെ നിങ്ങൾ ചില പ്രാർത്ഥിച്ച് വാചകം കിട്ടില്ലേ ഉടനെ വിടവ് നികത്താനുള്ളതാ, എന്നാൽ ഇത് ഫില്ല് ചെയ്ത്. അങ്ങനെയൊക്കെ മിടുക്കന്മാരൊത്തിരി ഉണ്ട്. ആട്ടെ, എന്നാലും ഇത് ഫില്ല് ചെയ്യുന്നുണ്ടല്ലോ, വലിയ കാര്യം. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ആ ഭാഗം വിടാം. സുവിശേഷം 1 നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ്. 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് കൊടുക്കണ്ടെന്ന്. യേശു നിന്നെ രക്ഷിക്കും. അല്ല ഇതുകൊണ്ട് കൊടുത്തിട്ട് വല്ലോ ഏക്കും, അവിടെ ഒന്നും ഏക്കത്തില്ല. ഇതുകൊണ്ട് അങ്ങോട്ട് കൊടുത്താൽ ഏക്കില്ല. വായിച്ച് മീഖ പ്രവചനം 6:6 പെട്ടെന്ന് വായിര്, അറിവുള്ള വാക്യമാ. മീഖ 6:6 വായിര്.
എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് എന്തോന്നും അങ്ങോട്ട് ചെല്ലുവെന്ന് എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് ദൈവത്തിന്റെ അടുക്ക ചെല്ലും. ദൈവം ഇരിക്കുക. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ എന്തുവാ അങ്ങോട്ട് കൊണ്ടു ചെല്ലുന്നത്? വൈരേ അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ, അത്യുന്നതനാകുന്ന ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. പിന്നെ ഞാൻ ഹോമയാഗങ്ങളോട്, ഹോമയാഗങ്ങൾ എന്ന് പറയാം. ഹോമയാഗത്തിന് പ്രമാണമുണ്ട്. കാളയും ആടുമൊക്കെയാ വേണ്ടത്. ലേവ്യ 1:3 വായിര്. ഇത് മറിക്കാതെ കണ്ട വായിര്. ചടികടാന്ന് വായിര്. രണ്ടുപേരും അടുത്തടുത്തിരിക്കുകയോ. അവൻ വഴിപാടായി കന്നുകാലികൾ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ, ഹോമയാഗം അപ്പൊ ഹോമയാഗത്തിന് കന്നുകാലിയാ. കന്നുകാലി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്നത്. ആ കന്നുകാലി ചന്തപ്പശുവിനെ കണ്ടിക്കരുത് വീട്ടിൽ വളർത്തുന്നതിന്. ഹോമയാഗത്തിന്റെ പ്രമാണം അതാ. കന്നുകാലികളിൽ ഒന്ന്. അതിനെ അങ്ങനെ എടുത്തു പറഞ്ഞത്. കന്നുകാലി വീട്ടിൽ വളർത്തുന്നതാ. ചന്ത നടക്കുന്ന പശുവുണ്ട്. എൻ്റെ ഭാഷ ചന്തപ്പശു അല്ല ചന്തക്കാള. ചന്തക്കാളെ കൊണ്ട് കണ്ടിക്കരുത് യാഗം ദൈവത്തിന്. അതിന് വീട്ടിൽ വളർത്തുന്നതും ചന്തക്കാളയും രണ്ടും രണ്ടാ. അതിന് അത് പറയാം. വീട്ടിൽ വളർത്തുന്ന കന്നുകാലിക്ക് ചിട്ടയുണ്ട്, നിഷ്ഠയുണ്ട്, ക്രമമുണ്ട്. വീട്ടിൽ വളർത്തുന്നത് ഇല്ലേ? ഉണ്ട്. വീട്ടുകാരും അങ്ങനെ തന്നെ. വെളുപ്പിനെ എഴുന്നേക്കും, കന്നാലി കൂടെല്ലാം വൃത്തിയാക്കി ചാണകമെല്ലാം മാറും. ഈ പശുവിനെ അല്ലെങ്കിൽ പശു കാള അത് തത്തുല്യമായ മൃഗം. പശുവാണെങ്കിൽ അതിലെ അകിടുവൊക്കെ നന്നായിട്ട് കഴുകിയാ കറക്കുന്നത്. തലേന്ന് പഴയ രീതി പുളിമ്പൊടിയോ പിണ്ണാക്കോ ഒക്കെ തിളപ്പിച്ച് വേവിച്ചിടും. അത് ഇതിനെ കറന്ന് അകിടുവൊക്കെ കഴുകി കൂടുവൊക്കെ കഴുകി വൃത്തിയാക്കി അത് കറന്നെടുത്തതിന് ശേഷം ഇതിനെ അഴിച്ചു കെട്ടും. എന്നിട്ട് പാലൊക്കെ കൊടുക്കേണ്ടടുത്ത് കൊടുക്കും. അതിൻ്റെ ക്രമം അറിയാം. അതിന് ശേഷമായിട്ട് ഈ കുറുക്കി വെച്ചത് വേവിച്ച് വെച്ചതിനകത്ത് ചേർക്കേണ്ടതൊക്കെ ചേർത്ത് ഉപ്പുമൊക്കെ ചേർത്ത് ചില അമ്മമാർ തൊട്ടൊന്നും നോക്കും ഇല്ലേ? നോക്കത്തില്ലേമേ? എന്നിട്ട് ഇത് അതിന് കൊടുക്കുന്നത്. എന്നിട്ട് ചിലർ അതിനെ കുളിപ്പിക്കും. ചിലര് എന്നും കുളിപ്പിക്കുന്നവരുണ്ട്. കുളിപ്പിച്ചേച്ച് ഈ പാടമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ വീട്ടിൽ നിന്നൊന്ന് അടിച്ചു വിട്ട് സൂക്ഷം കണ്ടെത്തി പോയി നിൽക്കും. ചിലപ്പോൾ ഒരു ചെറിയ കുറ്റി അടിച്ച് അവിടെ ഇടും. എന്നിട്ട് അമ്മയൊന്ന് അമ്മ നടന്നു വരുമ്പോൾ ഇത് അമ്മ ചില അമ്മ വരുന്നടി ഇണങ്ങി നിൽക്കുക. അതാ കന്നുകാലി. മനസ്സിലായോ? അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം, അമ്മയെ കാണുമ്പോൾ അറിയാം. ചിലപ്പോൾ ഒന്ന് തലോടും ഒരു അടിയടിക്കും. നിങ്ങൾ വൈകുന്നേരം ഒന്ന് കുറ്റി ഊരി വിട്ടേ സൂക്ഷം കൂട്ടി വന്ന് നിൽക്കും അല്ലേ? അതാ വീട്ടിൽ വളർത്തുന്നത്. ചന്തക്കാളയോ? ചന്തക്കാളയ്ക്ക് ഇത് ക്രമമൊന്നുമില്ല. ചന്തക്കാളയ്ക്ക് ഭക്ഷണത്തിനും ക്രമമില്ല, കിടക്കുന്നിടവും ക്രമമില്ല. ചന്തക്കാള ഏതെങ്കിലും കടത്തിനെ കിടക്കും, അവിടെ അപ്പിയിടും. പ്ലാസ്റ്റിക് കൂട് തിന്നും, ബേസ് ബോർഡ് തിന്നും, പടത്തൊലി കിട്ടി അത് തിന്നും. മീൻ മേടിക്കാമെന്ന് മേരിയുടെ കവണി കടിച്ചു പറിച്ച് തിന്നും. മേരി മീൻ എല്ലാം ചന്തക്കാള ഒത്തിരി ഉണ്ട്. ഒരു ക്രമവുമില്ല, ചിട്ടയില്ല, നിഷ്ഠയില്ല, ക്രമമില്ല. അവൻ കുടുംബ പ്രാർത്ഥനയില്ല, ഭവന പ്രാർത്ഥനയില്ല, രഹസ്യ പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, ആരാധനയ്ക്ക് സമയത്ത് വരത്തില്ല, വന്നാൽ ഇരിക്കത്തില്ല, ഇരുന്നാൽ കൈയടിക്കത്തില്ല, കൈയടിച്ചാൽ അത് ഉഴപ്പും. വേറെ പുസ്തകം മുഴുവൻ ഒരു 99 മൂരിക്കാളയാ. എന്നാ നിങ്ങൾ ഈ ഏരിയയിലെ പാസ്റ്റർമാരും ഒക്കെ ഇല്ലയോ? പക്ഷെ ഇതിനകത്തും ജീവിക്കുന്ന ചിലരുണ്ട്. ക്രമമുള്ള, ചിട്ടയുള്ള, വിശുദ്ധിയുള്ള, വേർപാടുള്ള ചിലരുണ്ട്. അവരെ ഓർത്തത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പോകുന്നത്. സിംഹഭാഗത്തിന് ഒരു ക്രമമില്ലല്ലോ. സഭായത്തിന് കൃത്യം വരികയല്ലോ. വന്നാലോ സഭ ഏറ്റവും പുറകിൽ വന്നിങ്ങനെ പമ്മി വെടിക്കാരൻ്റെ ഓടിയിരിക്കും പോലെ പമ്മി വന്നിരിക്കുന്ന കാണാം. ഇവന്റെ ആ നോട്ടോ ഇരിപ്പം കാണും പറയാ, ഇവനെ പോലെ കാട്ടാനക്കയിൽ ആട പഠിച്ചൊരുത്തൻ. എല്ലാവരും ആത്മാവിലാകുമ്പോൾ ഇവനിങ്ങനെ രാമങ്കാക്ക വാഴത്തണ്ട ഇരിക്കുമ്പോൾ ഇരിക്കുക. അങ്ങനെയുണ്ട്. നിങ്ങൾ ചിരിക്കാനൊന്നും പറഞ്ഞതല്ല. ഒരു ക്രമവും ചിട്ടയും വ്യവസ്ഥയില്ലാതെ ജീവിക്കുന്ന എത്ര എണ്ണം. പക്ഷെ ഇതിന്റെ നടുവിലും ജീവിക്കുന്ന ചില ദൈവമക്കളുണ്ട്. അവരുടെ കണ്ണുനീരും പ്രാർത്ഥന കൊണ്ടാ ദൈവം ഇതിനെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് യാഗം കഴിക്കുമ്പോൾ ചന്തക്കാളയല്ല, കന്നുകാലികളിൽ ഒന്നിനെ എടുത്ത് വേണം യാഗം കഴിക്കാൻ.